ഇത് മേടിക്കാമെന്ന് വിചാരിച്ചു. ഇത് വലിയ മരമായിട്ട് നല്ല തണൽ കിട്ടുന്ന സാധനമാണ്. ഇന്ന് നമ്മളൊരു നഴ്സറി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് അജ്മാൻ ഫാമേഴ്സ് മാർക്കറ്റിൻ്റെ അടുത്തായിട്ടുള്ള ഒരു നഴ്സറിയാണ്. ലാസ്റ്റ് ഇയറിൽ ഞാൻ ഇവിടുന്ന് അരി, നെല്ലി, ക്രിസ്മസ് ട്രീ ഇതൊക്കെ മേടിച്ചപ്പോൾ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മെയിനായിട്ട് നമ്മുടെ അജ്മാൻ ഫാമേഴ്സ് മാർക്കറ്റിൻ്റെ ആ മെയിൻ റോഡ് ഭാഗത്തുണ്ടായിരുന്ന ഒട്ടുമിക്ക നഴ്സറീസും ഇപ്പം ക്ലോസ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ അവിടെയൊക്കെ റോഡൊക്കെ എക്സ്പാൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് റീലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആമ്പലൊക്കെ വിൽക്കുന്ന ഒരു സാറ നഴ്സറി ഒക്കെ ഞാൻ ലാസ്റ്റ് ഇയർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരും ഒക്കെ അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നഴ്സറിയിൽ എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം. അത്യാവശ്യം മലയാളികൾ ഇഷ്ടപ്പെടുന്ന തെങ്ങ്, അരിനെല്ലി, സീതപ്പഴം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങാൻ കിട്ടും. പക്ഷെ നമ്മളിപ്പം സ്വന്തമായിട്ട് ഒരു വില്ല കിട്ടിയിട്ട് ഇപ്പം 1.5 വർഷം ആവുന്നുള്ളൂ. അതിനിടയ്ക്ക് 2 സമ്മർ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ 2 പ്രാവശ്യമായിട്ട് നമുക്ക് ഏകദേശം ഏതൊക്കെ ചെടികൾ കുറച്ച് ലോങ് റൺ ആയിട്ട് നിൽക്കും എന്നുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള പർച്ചേസ് മാത്രമേ ഇനി നടത്തുന്നുള്ളൂ. പിന്നെ അധികം ബഡ്ജറ്റ് കൂടിയതും വാങ്ങണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ചെടി നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഷാർജ എയർപോർട്ടിൻ്റെ ഭാഗമൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഫോറസ്റ്റ് ലുക്ക് തരുന്ന ചെടിയല്ല. ഇത് ശരിക്കും നല്ല മരമാണ്, നന്നായിട്ട് ഹൈറ്റൊക്കെ വെക്കുന്ന മരമാണ്. ആകെ 2 ദിറം 3 ദിറംസാണ് ഇതിൻ്റെ ഈ ഒരു തൈക്ക് വരുന്നത്. പക്ഷേ ഇത് ഒരു പ്രശ്നം വരുന്നത് നമുക്കിപ്പം ചുവരിനോടൊന്നും അധികം ചേർത്ത് വെക്കാൻ പറ്റത്തില്ല. അത്യാവശ്യം നന്നായിട്ട് വേരിറങ്ങുന്ന ഒരു ചെടിയാണ്. എന്തായാലും ഇത് ഞാൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ 1 ദിറം 2 ദിറംസിനുള്ള ഇപ്പോൾ ഈ മെക്സിക്കൻ പെറ്റൂണിയൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് 1 ദിറംസിന് മേടിച്ച് നട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഒരു 10-20 ചെടികളെങ്കിലും എൻ്റെ അടുത്തുണ്ട്. വെറുതെ ഇങ്ങനെ തണ്ടൊടിച്ചൊടിച്ച് നട്ടു കൊടുത്താൽ മതി. അപ്പം അങ്ങനെ മാക്സിമം ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതും പിന്നെന്താണ് അധികം നിലനിൽക്കുന്നതുമായിട്ടുള്ള ചെടികൾ മാത്രമേ വാങ്ങൂ എന്നുള്ള ശബ്ദമൊക്കെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. കറണ്ടിലി ഉള്ള ശബ്ദം അതാണ്. അത് എത്രത്തോളം അങ്ങനെ വർക്കൗട്ട് ആവുമെന്ന് അറിയില്ല. എന്നാലും മാക്സിമം അതുമേ പിടിച്ച് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ ഈ ഒരു നഴ്സറി വിസിറ്റിൽ എൻ്റെ കയ്യിൽ നിന്ന് ആകെ 10 ദിറംസ് തന്നെ ചിലവായിട്ടുള്ളൂ. അത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ കയ്യിലിരിക്കുന്ന ഒരു മഞ്ഞ പൂ പൂക്കുന്ന അത്യാവശ്യം മരമാവുന്ന ഒരു ചെടിയാണ്. ഇതിപ്പം ഈ ഒരു ചട്ടിക്കകത്തുള്ളതിന് 2 എണ്ണം ഉണ്ട്. അതിന് 2 ദിറംസാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ മെക്സിക്കൻ പെറ്റൂണിയ ഈ വൈറ്റും ഒരു ലാവൻഡർ കളറുമാണ് എൻ്റെ അറിവിലുള്ളത്. അപ്പം ചിലപ്പം വേറെ കളറൊക്കെ ഉണ്ടാവുമായിരിക്കും. എനിക്ക് ഇത് 2 ഇവിടെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അത് 2 എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് അത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നേരത്തെ കാണിച്ച ഈ മരം പോലെ ആവുന്നത് തൽക്കാലം ഞാൻ തറയിൽ ഇറക്കുന്നില്ല. ചെടിച്ചട്ടിയിൽ വെച്ചിട്ടൊന്ന് വളർത്താം. നെക്സ്റ്റ് ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്ക് കറക്റ്റ് പൊസിഷനൊക്കെ നോക്കിയിട്ട് മതിലിന് പുറത്തായിട്ടൊന്ന് വെച്ച് കൊടുക്കണം എന്നുണ്ട്. തൽക്കാലം ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു 2 എണ്ണം എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഇയർ ഇതിന് 2 ദിറംസ് ആയിരുന്നു. ഇപ്പോൾ അവർ എൻ്റെ അടുത്ത് നിന്ന് 3 ദിറംസ് വെച്ചിട്ട് മേടിച്ചായിരുന്നു. പിന്നെ ചിക്കുമരം, അതായത് സപ്പോട്ട എന്ന് പറയുന്ന ആ മരമാണിത്. ഇത് ഇവിടെ അത്യാവശ്യം ഗൾഫിലൊക്കെ നന്നായിട്ടുണ്ടാകുന്ന മരമാണ്. പക്ഷെ ഞങ്ങൾ കോഴിക്കോടിനോട് ചേർത്ത് വെച്ചത് കാരണം ആ ചൂട് കയറിയിട്ട് അത് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതെന്തായാലും ഞങ്ങൾ പിന്നെ മേടിക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ മാവ് ആക്ച്വലി ഞങ്ങൾ 3-4 എണ്ണം ട്രൈ ചെയ്തു. ഞങ്ങളുടെ ഫ്രണ്ട്സും ഒക്കെ ട്രൈ ചെയ്തു. എനിക്ക് കായും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതും ഇപ്രാവശ്യത്തെ ചൂട് സമയത്ത് നന്നായിട്ട് നിന്നുവെങ്കിലും ചൂട് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ഇങ്ങനെ കണ്ടിന്യൂസ് കാറ്റുണ്ടായിരുന്നു. ആ കാറ്റിലാണ് എനിക്ക് 2 വർഷവും പോയത്. അത് കാരണം ഞാൻ മാവും ഇപ്രാവശ്യം വാങ്ങണ്ടെന്ന് വിചാരിച്ചു. പിന്നെ നാരങ്ങയുടെ ചെടി ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അല്ലാണ്ട് തന്നെ വെറുതെ കുരു വീണിട്ടൊക്കെ ഇഷ്ടംമാതിരി എനിക്ക് തൈകൾ കിളിർത്ത് നിൽക്കുന്നുണ്ട്. അത്യാവശ്യം വലുതായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതും ഞാൻ എന്തായാലും തൊട്ടിട്ടില്ല ഇപ്രാവശ്യം. പിന്നെ മാതളത്തിൻ്റെ മരം, അതും അത്യാവശ്യം ഇവിടെ അങ്ങനെ കരിഞ്ഞു പോയി കാണാറില്ല. എൻ്റെതും കരിഞ്ഞിട്ടൊന്നുമില്ല. ഞാനൊരിപ്പം വന്ന സമയത്ത് വെച്ചതാണ്. പക്ഷേ ഇതുവരെ കായൊന്നും ഉണ്ടായിട്ടില്ല. അത് സർവൈവ് ചെയ്ത് പോകുന്നത് തന്നെയാണ്. പിന്നെ ഇൻഡോർ പ്ലാന്റുകളും കുറേ അധികം വെറൈറ്റീസ് കാണുന്നുണ്ടായിരുന്നു. നമ്മുടെ മണി പ്ലാന്റിൻ്റെ കുറേ വെറൈറ്റീസ്, സ്നേക്ക് പ്ലാന്റ്, അതുപോലെ പാം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ക്രിസ്മസ് ട്രീ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടെ നിന്ന് മേടിച്ചാണ്. സത്യത്തിന് ഞാൻ അത് പോകുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അത് പോയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. 35 ദിറംസിനാണ് ഞാൻ ഇവിടെ നിന്ന് മേടിച്ചത്. അതിപ്പോൾ ഞാൻ 1 വർഷം ട്രയൽ ബേസിൽ നമ്മൾ ചട്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ഇനി പതുക്കെ ഒന്ന് താഴേക്ക് ഇറക്കി നിർത്തണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ പിന്നെ ഏതാണ് ഇല്ലാത്തതെന്ന് ചോദിക്കുന്നതായിരിക്കും എളുപ്പം. ഒട്ടുമിക്കതെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. ഫിഡിൽ ലീഫ് കണ്ടിട്ടുണ്ടായിരുന്നു, റബ്ബർ പ്ലാന്റ് കണ്ടിട്ടുണ്ടായിരുന്നു, പിന്നെ സ്നേക്ക് പ്ലാന്റിൻ്റെ തന്നെ പല വെറൈറ്റീസ്, അതുപോലെ കള്ളിച്ചെടികളുടെയും ഒക്കെ കുറേ വെറൈറ്റീസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ഇയർ ഒരു ഏതാണ്ട് ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് നമുക്ക് 1 ദിറം മറ്റേ വെജിറ്റബിൾസിൻ്റെ തൈകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് പക്ഷെ വന്നു തുടങ്ങിയിട്ടില്ല. എനിക്ക് തോന്നുന്നു 1-2 ആഴ്ചയും കൂടി കഴിയുമ്പോഴത്തേക്ക് വന്നു തുടങ്ങുമായിരിക്കും. പിന്നെ ഈ ഒരു വിങ്ക എന്ന് പറയുന്ന നമ്മുടെ ശവന്നാറി പൂവില്ലേ, ആ സംഭവമൊക്കെ നിൽപ്പുണ്ട്. 1 ദിറംസ് തന്നെയാണ്, കുഞ്ഞു ചട്ടികളിലായിട്ട്. പിന്നെ കുറച്ച് ഫ്ലോറിങ് പ്ലാന്റുകളൊക്കെ നിൽപ്പുണ്ട്. അതുപോലെ ചട്ടിയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ കിട്ടും. പിന്നെ ഫിഗിൻ്റെ ചെറുതും വലുതും നമുക്കിവിടെ വാങ്ങാൻ കിട്ടും. ശരിക്കും ചെറുത് വാങ്ങി വെച്ചാലും മതി, 1 വർഷം കൊണ്ട് തന്നെ നല്ല വലിപ്പം വെക്കുന്നതാണ്. ഞാൻ ചെറുതും വലുതും വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പൊതുവേ അങ്ങനെ പോകാറില്ല. പക്ഷേ എന്തോ എൻ്റെ കഷ്ടകാലമാണോ എന്നറിയില്ല, എൻ്റെത് വേഗം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ചെടി ഇത് ശരിക്കും ഇൻഡോർ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ സംഭവം പുറത്തിങ്ങനെ റോഡിൽ അത്യാവശ്യം ഷെയ്ഡുള്ള ഭാഗത്തൊക്കെ അധികം പോകാണ്ട് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. കോൺസ്റ്റാക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ പേര് ഞാൻ കണ്ടത്.
അപ്പം ഈ സംഭവം ഇതിനൊക്കെ പിന്നെ അത്യാവശ്യം ഇൻഡോർ പ്ലാന്റ് കാറ്റഗറിയിൽ വരുന്നതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. ZZ പ്ലാന്റ്, റബ്ബർ പ്ലാന്റ് കുറേ അധികം ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഏരിയ ഉള്ള ഒരു നഴ്സറിയാണ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മളിപ്പോൾ ഫാമേഴ്സ് മാർക്കറ്റിൻ്റെ ആ ഒരു ഭാഗത്തുനിന്ന് ഷാർജ റോഡ്, ഇത് ആക്ച്വലി ഷാർജയാണ്, ഷാർജ അജ്മാൻ ബോർഡറിൽ വരുന്നതാണ്. കുറച്ചുകൂടെ മുന്നോട്ട് പോയ റൈറ്റ് സൈഡിലായിട്ട് വരുന്നതാണ്. എന്തായാലും ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ഒരുപാട് ഈ തെച്ചിയുടെ കുറേ കാറ്റഗറി കാണുന്നുണ്ട്. പിന്നെ ഈ പൂത്ത് നിൽക്കുന്നതിൻ്റെ പേര് നമ്മൾ ശീമക്കായ എന്നാണ് പറയാറ്. ഓരോരുത്തരും ഓരോ പേരാണ് പറയുക, എന്താണെന്നറിയില്ല. നമ്മൾ നാട്ടിൽ കാണുന്ന ചെടിയാണ്. പിന്നെ കുറേയധികം നമ്മുടെ അഡീനിയം, പിന്നെ നമ്മുടെ റൊസല്ല, അങ്ങനെ ഇതിൽ കുറേയൊക്കെ എനിക്ക് അത്യാവശ്യം ഉള്ളത് തന്നെയാണ്. പിന്നെ ഇപ്പം മൊത്തത്തിൽ ഞങ്ങൾ ഇതുപോലെ ഞങ്ങളുടെ ഏരിയയിൽ തന്നെ കുറേ അധികം ചെടി ഭ്രാന്തർ ഉണ്ട്. അപ്പോൾ നമുക്ക് കയ്യിലുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എക്സ്ചേഞ്ച് ചെയ്ത് നമ്മുടെ ഗാർഡനൊക്കെ ഒന്ന് പുഷ്ടിപ്പെടുത്താം. കുറച്ച് നാളത്തേക്ക് ചിലവാക്കേണ്ടതെന്നാണ് ഞങ്ങളിങ്ങനെ കുറച്ച് ആൾക്കാർ ചേർന്ന് തീരുമാനം എടുത്തിരിക്കുന്നത്. എത്രത്തോളം സക്സസ് ആകുമെന്ന് നോക്കാം. പിന്നെ ഒരു പിങ്ക് കളർ ഫ്ലവറൊക്കെ ആയിട്ട് ഒരു വലിയ അത്യാവശ്യം മരമായിട്ട് നിൽക്കുന്ന ഒരു ചെടി കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. പിന്നെ മൾബറിയൊക്കെ നന്നായിട്ട് നിൽക്കുന്നതാണ്. പോരാത്തിന് നമുക്ക് വെറുതെ ഇങ്ങനെ തണ്ട് വെട്ടിയിട്ട് നട്ട് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരെണ്ണം മേടിച്ചെന്ന് ഞാൻ മിനിമം ഒരു 10 കുട്ടികളെങ്കിലും അവിടെ ആക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആകെ 10 ദിറംസ് ചിലവാക്കി ഇത്രയും ചെടികൾ മേടിച്ചിട്ടുണ്ട്. 2 ഈ മരങ്ങൾ തന്നെയാണ്. അത് 3 ദിറം പറഞ്ഞെങ്കിൽ ആൾ 2 ദിറംസിന് തന്നെ തന്നു. പിന്നെ ഈ ഒരു പിങ്ക് കളറിലുള്ള ലഷ്ല എന്ന് പറഞ്ഞിട്ട് അത് അത്യാവശ്യം ചെറിയൊരു മരം പോലെ വളരുന്നതാണ്. അത് തണ്ട് വെട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ കുട്ടികളൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഒരു പഞ്ഞിക്കായുടെ ഒരു ചെടി, അത് ഞാൻ 10 ദിറം റൗണ്ട് ആക്കാൻ വേണ്ടി മേടിച്ചാണ്. അത് നന്നായിട്ട് നിൽക്കുന്ന ചെടിയാണ്. ഇവിടെ ഒരുപാട് അടുത്ത് നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കെന്തോ ആ ചെടിയോട് ഒരു ഇച്ചിരി ഇൻട്രസ്റ്റ് കുറവാണ്. അപ്പം അതും ഒരെണ്ണം മേടിച്ച് ഞാനങ്ങനെ 10 ദിറംസ് റൗണ്ട് ചെയ്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി ഈ ചെടികളൊക്കെ നട്ട് കഴിഞ്ഞുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.